സോ ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ബിസിനസ് ലോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുള്ള ഹൗ ടു എഡിറ്റ് ലൈക്ക് എ പ്രോ, അല്ലെങ്കിൽ നമ്മുടെ ബെസ്റ്റിൽ ലൈവ് എഡിറ്റ് എങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വീഡിയോയുടെ പാർട്ട് 2 അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് പറഞ്ഞ മൈൽ സ്റ്റോണ് വേറെ 48 മണിക്കൂറിനകം നമുക്ക് നമ്മുടെ വ്യൂസ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഏകദേശം ഒരു 10-20 വ്യൂസ് കൂടെ എങ്ങാണ്ട് വേണം. ഞാൻ അതിന് മുന്നേ തന്നെ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ടാണ്. കാരണം നിങ്ങൾ ഇത്രയും നല്ല രീതിയിൽ സപ്പോർട്ട് നമുക്ക് വരുമ്പം നമ്മളും തിരിച്ച് അതേ രീതിയിൽ തരുന്നതായിരിക്കും. അപ്പം ഇന്ന് നമ്മളെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെ പ്രോപ്പറായിട്ട് നമ്മുടെ നെയിമും എഡിഷൻ നെയിമും ബാക്കിയുള്ള മറ്റേ വാട്ടർമാർക്കുകളൊക്കെ ഒരു വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ്സിൽ എങ്ങനെ കറക്റ്റായിട്ട് പെർസ്പെക്റ്റീവ് അഡ്ജസ്റ്റ് ചെയ്യാം, പെർസ്പെക്റ്റീവ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതെങ്ങനെ പ്രോപ്പറായിട്ട് വണ്ടിയിൽ വെക്കാം എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലിട്ടിരിക്കുന്ന മറ്റു വീഡിയോകളും ചെക്കൗട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ സീരീസ് കാണുന്നുണ്ട്, ഇതിന് ഒരു ഫസ്റ്റ് പാർട്ട് വീഡിയോ ഉണ്ട്, അത് ഞാൻ ചാനലിൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ പേജ് കൊടുത്തേക്കാം. അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി ചെക്കൗട്ട് ചെയ്യുക. അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക, കാരണം ഇതതിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോഴേ നിങ്ങൾക്ക് ഒരു എഡിറ്റിങ്ങിൽ ഒരു ഫ്ലോ കിട്ടത്തുള്ളൂ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പല കൂട്ടുകാരും പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു ഒരു ആപ്ലിക്കേഷൻ മാത്രം പറഞ്ഞു തരാതെ. ലൈക്ക് ഇപ്പം ഞാൻ പിക്സാർട്ടും പിക്സെലാവും പറഞ്ഞു തരുമ്പോൾ പലരും ചോദിക്കും ഐബിക്സ് നല്ലതല്ലേ, പിക്സൈക്ക് പ്രോ നല്ലതല്ലേന്ന്. സത്യത്തിൽ ഒരു കാര്യം ഇപ്പോഴേ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഒരു ആപ്ലിക്കേഷനും, അതായത് നമ്മൾ ആൻഡ്രോയിഡിലോ വിൻഡോസിലോ iOSലോ ഏതൊരു സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ, ഒരു ആപ്ലിക്കേഷനും ഒരു ഫുള്ള് നമ്മൾ എന്ത് എഡിറ്റ് ചെയ്യാനേലും അത് എഡിറ്റ് ചെയ്യാനും മാത്രം എല്ലാ റിസോഴ്സസും ഉള്ളതായിരിക്കത്തില്ല. എപ്പോഴും ഒന്നിൽ കൂടുതൽ ആപ്പുകളുടെ അല്ലെങ്കിൽ വെബ്സൈറ്റുകളുടെ കോമ്പിനേഷൻസ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം എനിക്ക് കുറച്ച് ഫ്രീഡമുള്ള കോമ്പിനേഷനാണ് ഞാൻ പറഞ്ഞു തരാറ്. അപ്പം അതിൽ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള 2 കോമ്പിനേഷൻസ് ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള പിക്സാർട്ടും പിക്സെലാബും. അപ്പം അതിന് പോരാ, മറ്റ് ആപ്ലിക്കേഷനുകളെ നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ നമ്മൾ 3 രീതിയിലാണ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു തരാൻ പോകുന്നത്. 3 ഡിഫറെൻ്റ് ആപ്ലിക്കേഷൻസ് ആയിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആപ്പുകൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. നമ്മുടെ ബസ് അവിടെ തന്നെ ഉണ്ട്, കഴിഞ്ഞ വീഡിയോയിലെ പോലെ തന്നെ ഇത്തവണ പക്ഷേ നമുക്ക് ബസ്സിൻ്റെ ആവശ്യമില്ല. പിന്നീടുള്ളത് പിക്സാർട്ടും പിക്സെലാബുമാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള കോമ്പിനേഷനാണ്, ഞാൻ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന കോമ്പിനേഷനാണ്. പിന്നീടുള്ള പിക്സൈക്ക് പ്രോ ആണ്, ശേഷം ഐബിക്സും. അപ്പോൾ ആദ്യമേ നമുക്ക് പിക്സൈക്ക് പ്രോ എന്ന് തുടങ്ങാം. അപ്പോൾ പിക്സൈക്ക് പ്രോ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. പിക്സൈക്ക് പ്രോ ഇത് പ്രോ വേരിയൻ്റ് ആണ്, പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നതല്ല. അപ്പോൾ ഈ ഞാൻ യൂസ് ചെയ്യുന്നത് അത്യാവശ്യം പഴക്കമുള്ള വേരിയൻ്റ് ആണ്. ഇതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്യുക. പാസ്വേഡ് ഒന്നുമില്ല. അപ്പം ഇവിടെ ഗെറ്റ് പിക്ചർ എന്നുള്ളത് കൊടുക്കുക, ഇതിനകത്ത് ഇമ്പോർട്ട് എടുക്കുക. ഇമ്പോർട്ട് എടുത്തതിന് ശേഷം നമ്മൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഏത് പിക്കാണോ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് അത് കൊടുക്കുക. ഇപ്പം നമ്മളിവിടെ കഴിഞ്ഞ ദിവസം എഡിറ്റ് ചെയ്ത് വെച്ചിൻ്റെ ബാക്കിയായിട്ട് തന്നെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ആ പിക്ക് തന്നെ എടുക്കുകയാണ്. ശേഷം ഇവിടെ 30, 98, 38, 72 മാക്സിമം ക്വാളിറ്റിയിൽ ഇമ്പോർട്ട് ചെയ്യുക. ഞാൻ പിക്സൈക്ക് പ്രോ മാക്സിമം റെക്കമെൻഡ് ചെയ്യാത്തതിൻ്റെ മെയിൻ ഒരു കാര്യം, ഇതിനകത്തൊരു ചെറിയ കംപ്രഷൻ സൈസ് കാണിക്കും. അപ്പം നമ്മൾ മാക്സിമം നമുക്ക് ബെസ്റ്റിൽ നിന്ന് ക്വാളിറ്റി കുറച്ചെങ്കിലും കുറഞ്ഞ ക്വാളിറ്റിയുള്ള പിക്കാണ് എടുക്കുന്നതെന്നുണ്ട്, അത് വലിയൊരു ക്വാളിറ്റി ലോസിലേക്ക് നമ്മൾ ഫൈനൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എത്തും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് പിക്സൈക്ക് പ്രോ മാക്സിമം ഞാൻ നോക്കുന്നത്, എടുക്കാത്തത്. അപ്പം പിന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ കംഫർട്ട് സോൺസ് ഉണ്ട്. അപ്പം പലർക്കും പിക്സൈക്ക് പ്രോ ആണ് കംഫർട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ഇത്തവണ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശേഷം അതിനകത്ത് എഫക്റ്റ് എടുത്തിട്ട് ഇൻസേർട്ട് പിക്ചർ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ശേഷം നമ്മുടെ പിക്സാർട്ട് ഫോൾഡറിലോ നിങ്ങൾ ഏത് ഫോൾഡറിലാണ് നിങ്ങളുടെ നെയിം ചെയ്ത് വെക്കുന്നതെന്ന് വെച്ചാൽ ആ നെയിം എടുക്കുക. അപ്പം ഇവിടെ ഞാൻ ഓൾറെഡി നെയിം ഒരെണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ട് വേറെ ഒന്നുമല്ല, നമ്മുടെ ദാസപ്പൻ ഗെയിമിങ്ങിൻ്റെ ഷഡോണിൻ്റെ ലിവറിക്കകത്ത് അതിൻ്റെ ഫ്രണ്ടിലത്തെ ആ ഒരു നെയിം വെക്കുന്ന ഭാഗത്തൊരു കട്ടൗട്ടാണ്. ഇത് ജസ്റ്റ് ഞാൻ പിക്സൈക്ക് പ്രോയിൽ ഇങ്ങനെ ഒന്ന് ക്രോപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഇവിടെ നെയിം ആഡ് ചെയ്ത് നെയിമും നമുക്ക് വേണ്ട എഡിഷൻ നെയിമും ഒക്കെ ആഡ് ചെയ്യായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ മാക്സിമം ബിഗിനേഴ്സാണ് നിങ്ങളെന്നുണ്ട്, നിങ്ങളോട് ഇങ്ങനെ ഒരു ഫ്രെയിം എടുത്തതിന് ശേഷം ഇതിനകത്ത് വെക്കുക. നിങ്ങൾക്ക് വേണ്ട നെയിമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു ഫ്രെയിം വെച്ച് എഡിറ്റ് ചെയ്യാനേ പറയത്തുള്ളൂ. അല്ല നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു രീതി ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന രീതി മറ്റാരും ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. ചെയ്യുന്നതാണെങ്കിൽ തന്നെ നിങ്ങൾ ഇത് ഇത്രയും കൂടെ, അതായത് പെർസ്പെക്റ്റീവിനെ പറ്റി നിങ്ങൾക്ക് കുറച്ചുകൂടെ കഴിയുന്തോറും നിങ്ങൾക്ക് മനസ്സിലാവും, ലൈക്ക് ഏത് പോയിന്റ് എവിടെ ചെന്നാൽ പെർഫെക്റ്റ് ആവും എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് അത് കഴിയുമ്പം നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ലിവറിൽ നിന്ന് തന്നെ കട്ടൗട്ട് എടുക്കാം. അപ്പം ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യുക. ഇനി അല്ല നിങ്ങൾ അത്യാവശ്യം എഡിറ്റ് ചെയ്യാൻ അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ
ജസ്റ്റ് ഇവിടെ ഇതിന് പകരം നേരെ നിങ്ങളുടെ ഏതാണോ ലിവറി, ഇപ്പം ഇതിൻ്റെ ലിവറി എൻ്റെ കയ്യിലില്ല ഈ ഒരു വണ്ടിയുടെ, ഇതിപ്പോൾ മാഗറിൻ്റെ വണ്ടിയാണ്. അപ്പം ഞാൻ പെട്ടെന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടതാണ്. അപ്പം ജസ്റ്റ് ഇവിടെ വേറെ എൻ്റെ ഒരു VMRൻ്റെ കിടപ്പുണ്ട്. അപ്പം ഇതേണ്ട ഇതിൻ്റെ ലിവറി എന്ന് വേണ്ടി ഇങ്ങനെ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന നെയിം ക്രോപ്പ് ചെയ്തെടുത്താലും മതി. അപ്പം ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഇപ്പം ഞാൻ ഇവിടുന്ന് ക്രോപ്പ് ചെയ്തെടുത്ത് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ശേഷം നമുക്ക് ഇവിടെ താഴെ ഒപ്പാസിറ്റി സ്ലൈഡർ കാണുന്നുണ്ട്, നമ്മുടെ പിക്സൽ ലാബിലെ പോലെ തന്നെ. ഇതൊന്ന് ഒപ്പാസിറ്റി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നേരെ നമ്മുടെ നെയിം സൈസ് കുറച്ച് ഏകദേശം നമ്മുടെ ആ ഒരു വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ് വരത്തക്ക രീതി സെലക്ട് ചെയ്യാം. ശേഷം ഇതിൻ്റെ ഈ 4 പോയിന്റ് കണ്ടില്ലേ, ഇതിലൊന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പം ഇത് വേണ്ടി ഇങ്ങനെ ഒരു പെൻറ്റഗൺ പോലത്തെ ഒരു ഷേപ്പിലേക്ക് എത്തുന്നതായിരിക്കും. ഇത് എത്തിക്കഴിയുമ്പം പിന്നെ ഇത് പെർസ്പെക്റ്റീവ് എന്നുള്ളൊരു പൊസിഷനിലേക്കായിരിക്കും വരുന്നത്. അതായത് നിങ്ങൾക്ക് ഇനി പെർസ്പെക്റ്റീവ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട ഈ ഒരു കോർണർ കണ്ടോ, ആ ഒരു കോർണർ കറക്റ്റ് ഈ ഒരു ഗ്ലാസിൻ്റെ ഒരു കോർണർ കണ്ട് ഞാൻ ഒപ്പാസിറ്റി കൂട്ടിയിട്ട് കാണിച്ചു തരാം. ഉണ്ട് കറക്റ്റ് ആ ഒരു കോർണർ ടു കോർണർ നമ്മൾ ഫ്രണ്ട് കവൾ എന്ത് ചെയ്തോ സെയിം രീതിയിൽ ഇവിടെ കോർണർ ടു കോർണർ ചെയ്യുക. ശേഷം എന്തേ ഇവിടെ താഴെ വന്നിട്ട് അത് തന്നെ വീണ്ടും ചെയ്യുക. ഇത് കറക്റ്റ് ഗ്ലാസ് എവിടെ എൻഡ് ചെയ്യുന്നു അവിടെ നമ്മുടെ ഈ ഒരു നെയിമിൻ്റെ ആ ഒരു ഫുൾ ഔട്ട്ലൈനും തീരത്തക്ക രീതിയിൽ അതവിടെ സെറ്റ് ചെയ്തതിന് ശേഷം നേരെ ഇപ്പുറത്തെ കോർണേഴ്സ് വരിക. ഇപ്പുറത്തെ കോർണേഴ്സ് വന്നിട്ട് ഇവിടെയും അതുപോലെ തന്നെ സെറ്റ് ചെയ്യുക. ഓക്കെ, അവിടെ ഇത്തിരി ബ്ലാക്ക് കൂടുതൽ, എന്നാലും നമുക്കൊരു ഊഹം വെച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. വേണ്ട പേര് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഇനി ഇവിടെ നമ്മുടെ മുകളിൽ ഒരു 3 ഡോട്ട് ഓപ്ഷൻ ഉണ്ട്. ശേഷം എന്താ ഇത് എത്ര സെറ്റായി എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി വേണ്ടി ഇവിടെ കുറച്ച് ഓപ്ഷനൊക്കെ ഉണ്ട്. സ്ട്രെച്ച്, ഫില്ല്, മിറർ, ഇതൊക്കെ ചുമ്മാ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലെങ്കിലും നമ്മളെപ്പോഴും ഒരു ആപ്പിനെ കുറിച്ച് പഠിച്ചിരിക്കുന്നതല്ല. ശേഷം ഇവിടെ ഒപ്പാസിറ്റി 100 ആക്കിയതിന് ശേഷം ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്ത് കഴിയുമ്പോൾ ഇവിടെ നമ്മളൊരു എഡിറ്റിംഗ് ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. അതായത് ഇതേണ്ട് ഇവിടെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വൈപ്പറിൻ്റെ മണ്ടക്കൊക്കെ കുറച്ചൊക്കെ കയറിപ്പോണ്ട്. അപ്പോൾ എന്താ ഇതിൽ ബ്രഷസിൽ ഈ റൗണ്ട് ബ്രഷുകളിൽ ഇവിടെ കുറേ ഉണ്ട്. അതിൽ ഈ ഒരു ഇത്തിരി ഫെയ്ഡുള്ളൊരു ബ്രഷ് എടുത്തിട്ട് അപ്പോൾ അതൊക്കെ ഇതേണ്ട് ഇങ്ങനെ ഇറേസ് ചെയ്യുക. എപ്പോഴും ആ റൗണ്ട് ഇത്തിരി ഫെയ്ഡുള്ള ബ്രഷ് തന്നെ എടുക്കാൻ നോക്കുക. കാരണം അത് കുറച്ചുകൂടെ നമുക്കൊരു കറക്റ്റ് ഒരു ഷാഡോ എഫക്റ്റ് അതിന് കൊടുക്കുന്നതായിരിക്കും. ശേഷം ഇവിടെ ഞാൻ ആ വൈപ്പറിൻ്റെ ആ ഒരു വരുന്ന ഭാഗത്തുള്ളത് ക്ലിയർ ആക്കി കളഞ്ഞു. ശേഷം ഇവിടെ മുകളിൽ കട്ടൗട്ട് എന്നുള്ള ഓപ്ഷനെ കൊടുത്തു കഴിഞ്ഞാൽ ബ്ലെൻഡ് മോഡ്, ബ്ലെൻഡ്, എഫക്ട്സ് ഇങ്ങനെ 3 ഓപ്ഷൻസ് കാണിക്കും. അതായത് ആ ബ്ലെൻഡിൽ ആഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ആഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ വേണ്ടി ഇതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടുകളെല്ലാം മാറിപ്പോയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ബോർഡർ ഉണ്ടായിരുന്ന മാറിപ്പോയിട്ടുണ്ട്. കുറച്ചുകൂടെ ഒക്കെ റിഫ്ലക്ഷൻ വന്നിട്ടുണ്ട്. ശേഷം ഇവിടെ ബ്ലെൻഡ് എന്നുള്ളതിനകത്ത് വീണ്ടും സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ബ്ലെൻഡ് ഓപ്ഷൻ കാണിക്കുന്നതാണ്. അതിനകത്ത് വേണ്ട ബ്ലെൻഡിൻ്റെ സ്ട്രെങ്ത് 100 ടു താഴോട്ടൊരു സ്ലൈഡർ, ഒരു ഒപ്പാസിറ്റി സ്ലൈഡർ പോലെ തന്നെ ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ഇപ്പം ഞാനൊരു 74% വെച്ച് കഴിഞ്ഞു. അപ്പം കുറച്ചുകൂടെ വേണമെന്ന് തോന്നുന്നു. ഓക്കെ, ഒരു 83% വെച്ച് കഴിഞ്ഞപ്പം അത്യാവശ്യം ഒറിജിനാലിറ്റിയിൽ ബാക്കിൽ റിഫ്ലക്ഷനോട് കൂടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പം നമ്മുടെ നെയിം ഏകദേശം ശരിയായി. ഇനി ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ഇത് കാണിക്കും. അതായത് നിങ്ങളിപ്പോൾ പെർസ്പെക്റ്റീവ് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കട്ടൗട്ടായിട്ട്, അതായത് ഒരു PNG ഇമേജ് ആയിട്ട് സേവ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് ഗാലറിയിൽ വേണം. ഇനിയും വേറെ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ എസ് കൊടുക്കാം. ഞാൻ എന്തായാലും ഇവിടെ നോ കൊടുക്കുകയാണ്. അപ്പം എന്താ ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇവിടെ ഞാൻ ഇറേസ് ചെയ്യാൻ മറന്നുപോയി. അതുകൊണ്ട് ഇവിടെ കുറച്ച് ഭാഗം ഉണ്ടായിരുന്നു. അപ്പം ഇനിയിപ്പം ബാക്ക് അടിച്ച് ഒന്നേന്ന് തുടങ്ങാനേ വഴിയുണ്ട്. കാരണം ഇതിനകത്ത് പിക്സൽ പ്രോയിൽ ടിക്ക് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നതല്ല, ഒന്നേന്ന് ചെയ്യാം പിന്നെ. അപ്പം ഇതാണ് പിക്സൽ പ്രോയിൽ എഡിറ്റിംഗ് പ്രോസസ്സ്. ഇനി നമുക്ക് നേരെ അടുത്ത ആപ്ലിക്കേഷനിലേക്ക് പോകാം. സോ അടുത്ത ആപ്ലിക്കേഷൻ വരുന്നത് ഐബിക്സ് ആണ്. ഐബിക്സ് ഇത് പ്ലേ സ്റ്റോർ വേരിയൻറ്റ് തന്നെയാണ്. അപ്പം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയാൽ കറക്റ്റ് പുതിയ വേരിയൻറ്റ് തന്നെ കിട്ടും. പിന്നെ എല്ലാവരും ഫോൾഡറിൻ്റെ നെയിം ഒന്ന് ചെയ്തേക്കണേ, സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്കണേ, ദാരിദ്ര്യമാണേ. അപ്പം ഐബിക്സ് ഓപ്പൺ ആക്കുക. ഐബിക്സ് ഓപ്പൺ ആക്കിയതിന് ശേഷം ഇവിടെ ഇങ്ങനെ കുറേ ഇത് വരും. എനിക്കിപ്പം ഇത് അപ്ഡേറ്റ് ചെയ്യാത്തതിൻ്റെയാണ്, ഞാനങ്ങനെ അപ്ഡേറ്റ് ചെയ്യാറില്ല. ശേഷം ഇവിടെ മൈ ഗാലറി എന്നുള്ള എടുത്തതിന് ശേഷം താഴെ ഒരു പ്ലസ് ബട്ടൺ കാണുന്നതായിരിക്കും. ചിലപ്പോൾ ഇത് ക്രോപ്പ് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഈ മുകളിൽ നിന്ന് താഴെ വരെ ഉള്ളതിൽ ഏറ്റവും താഴെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്ലസ് ബട്ടൺ ഒരു ബ്ലൂ കളറിൽ കാണിക്കുന്നതായിരിക്കും. അതിൽ എടുത്തു കഴിയുമ്പോൾ എന്താ ഇങ്ങനെ കുറേ സാധനങ്ങൾ വരും. ഇതൊന്നും മെയിൻ ചെയ്യേണ്ട. മുകളിൽ ഇമ്പോർട്ട് പിക്ചർ നടപ്പുണ്ട്, അത് മാത്രം സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഏത് ആപ്ലിക്കേഷനിലാണോ നിങ്ങൾ നേരത്തെ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട് കവർ ചെയ്തിട്ടുള്ളൊരു പിക്ക് കിടക്കുന്നത് ഏത് ഫോൾഡറിലാണോ ആ ഫോൾഡർ എടുത്തിട്ട് അതിനകത്തുനിന്ന് ആ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. ശേഷം ഇവിടെയും നമുക്ക് ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് ഏത് ക്വാളിറ്റി വേണമെന്ന്. അപ്പോൾ 3098 തന്നെ ഇവിടെ സെലക്ട് ചെയ്യുക.
ഏറ്റവും മാക്സിമം ക്വാളിറ്റിയിൽ ഇമ്പോർട്ട് ചെയ്യാൻ നോക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇത് 3 ആപ്ലിക്കേഷനുണ്ട്. ഒരു സിമ്പിൾ കാര്യമാണ്, പക്ഷേ 3 ആപ്ലിക്കേഷനും പറഞ്ഞു തരുന്നതുകൊണ്ട് ഇത്രയും ലെങ്ത് ആവുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻ മാത്രം കാണുക, പിന്നീട് നിങ്ങൾ ബാക്കിയുള്ളത് സ്കിപ്പ് അടിച്ച് വിട്ടാലും കുഴപ്പമില്ല. ഏറ്റവും അവസാനം വരെ കണ്ടിരിക്കാൻ ശ്രമിക്കുക, കാരണം അവസാനം നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പറയുന്നതായിരിക്കും. ശേഷം ഇവിടെ ഇങ്ങനെ ഒരു സാധനമൊക്കെ വരും, എക്സ്ട്രാക്ട് ലൈനിങ്. ഇത് ചുമ്മാ ഒരു ഫിൽറ്റർ ഇട്ടിട്ട് നമുക്ക് ഡ്രോ ചെയ്യാനും വേണ്ടി എളുപ്പത്തിനാണ്. നമ്മളിവിടെ ഡ്രോയിങ് ഒന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് ക്യാൻസൽ കൊടുത്തേക്കാം. ശേഷം നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ അത്യാവശ്യം നല്ല രീതിയിൽ സൂമിങ് ഔട്ടൊക്കെ ചെയ്യാം. അവിടെ താഴെ ഇനി നമ്മൾ എഡിറ്റിങ്ങിലേക്ക് കിടക്കുകയാണ്. താഴെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ബ്രഷും ഇറേസറും തമ്മിൽ മിക്സ് ചെയ്യാൻ സ്വിച്ച് ചെയ്യാനുണ്ട്. ബ്രഷുണ്ട്, ബ്രഷിൻ്റെ സൈസുണ്ട്, കളറുണ്ട്, താഴോട്ടൊരു ആരോ മാർക്ക് കാണുന്നുണ്ട്. അതിനിപ്പുറത്ത് ലെയർ എന്ന് പറഞ്ഞിട്ടൊരു പാനലുണ്ട്. അപ്പോൾ ഈ ലെയർ പാനൽ എടുത്തതിന് ശേഷം ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കുന്നതായിരിക്കും. ഇവിടെ എന്താണ്ട് നമ്മുടെ ഇമേജിന് തൊട്ട് താഴെയായിട്ട് ആഡ് ലെയർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട്, ഒരു പ്ലസ് ഐക്കൺ. അതൊന്ന് പ്രസ് ചെയ്തിടുക. അപ്പോൾ ഒരു ലെയർ കൂടെ ഇമേജിനകത്ത് വരും. പിക്സൈപ്രോയിൽ നിന്നും പിക്സാർട്ടിൽ നിന്നും ഐബിക്സിനെ വ്യത്യസ്തമാകുന്നത് ഇങ്ങനെ ലെയറായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് എഡിറ്റേഴ്സിന് കുറച്ചുകൂടെ നല്ലതാണ്. പിന്നെ ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ ഞാൻ പറയത്തില്ല, കാരണം ഞാൻ പിന്നീട് വേറൊരു പാർട്ട് ഇതിൻ്റെ എഡിറ്റ് ചെയ്യുമ്പം ഐബിക്സിലുള്ള ഒരു ഫ്ലോ പറഞ്ഞു തരാം. ഇപ്പം നമുക്ക് എന്തായാലും അതിൻ്റെ ആവശ്യം ഇവിടില്ല. അതുകൊണ്ട് നെയിം എഡിറ്റിങ്ങിന് ഞാൻ ഐബിക്സ് ആയിരിക്കും കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുക. ഫുൾ എഡിറ്റിങ്ങിനാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് വേറൊരു വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പം ഇവിടെ നമ്മൾ ലെയർ എടുത്തു. അതിനുശേഷം ഈ ലെയറിലോട്ട് ഇമേജ്, നമ്മുടെ നെയിമിൻ്റെ ഇമേജ് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്തെടുക്കാം? സോ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആഡ് ലെയർ എന്നുള്ള ഓപ്ഷന് തൊട്ട് താഴെ ആഡ് സ്പെഷ്യൽ ലെയർ എന്നുള്ളതുണ്ട്. അതിനും താഴെ ഇമ്പോർട്ട് പിക്ചർ എന്നുള്ളതുണ്ട്. ആ ഇമ്പോർട്ട് പിക്ചർ എന്നുള്ളത് എടുത്തതിന് ശേഷം നമ്മുടെ ഏത് ഫോൾഡറിലാണോ നമ്മുടെ നെയിം കിടക്കുന്നത്, ഇപ്പം ഞാനിവിടെ പിക്സാർട്ടിൽ ചെയ്തിട്ട് ഒരു ലിവറിക്കകത്തുനിന്ന് തന്നെയാണ് നെയിം എടുക്കുന്നത്. അപ്പം ആ ഒരു ലിവറി എടുത്തിട്ട് അതിനകത്തുനിന്ന് നെയിം എടുക്കുക. പക്ഷേ ഇവിടെ ഉള്ളൊരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത് ക്രോപ്പിങ് പറ്റത്തില്ല. അതായത് നിങ്ങൾക്ക് വേണ്ട ഇവിടെ ഉള്ള ഓപ്ഷനൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് ക്രോപ്പിങ് ഇങ്ങനെ പറ്റത്തില്ല. അതാണ് ഞാൻ ഐബിക്സ് നെയിം എഡിറ്റിങ്ങിന് അത്രയ്ക്ക് അങ്ങോട്ട് യൂസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞത്. കാരണം ഫുൾ എഡിറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്കിതെല്ലാം റേസ് ചെയ്തെല്ലാം വെച്ചിട്ടെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ലിവറിൽ നിന്ന് എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നീട് ഒരു ഉടായ്പ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ സ്കെയിൽ ചെയ്ത് വെച്ചിട്ട് ഏകദേശം നെയിം വരുന്ന പോർഷൻ മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കിയെല്ലാം സ്കെയിൽ ചെയ്ത് ഒരു കറക്റ്റ് ഒരു ഊഹത്തിന് സെറ്റ് ചെയ്തിട്ട് ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇത്രയും ഭാഗം അല്ലാണ്ട് ബാക്കിയെല്ലാം ഡിലീറ്റ് ആവും. അതായത് എന്നിട്ട് ഇപ്പോൾ ടിക്ക് കൊടുത്തതിന് ശേഷം ഇവിടെ സൈഡിൽ കുറേ ഓപ്ഷൻസ് ഞാനിപ്പോൾ ഇങ്ങനെ വരച്ച് കാണിച്ചില്ലേ, അതിനകത്ത് മൂവ് ലെയർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഒരു 4 ആരോ ക്രോസ് ഇരിക്കുന്നത്, അതേ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമ്മുടെ നെയിം മാത്രമായിട്ട് കിട്ടും. അപ്പോൾ ഇത് ചിലപ്പം പലർക്കും ചെയ്യാൻ പാടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരാം ഇങ്ങനെ ഐബിക്സ് ഞാൻ അങ്ങനെ പറഞ്ഞു തരാത്തത്. പിന്നെ ഇതല്ല നിങ്ങൾക്കിത് പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലിവറിക്കകത്ത് എന്നിട്ടും ഇമേജസ് എവിടെയെങ്കിലുമൊക്കെ ഇത്രയൊക്കെ കിടക്കുവാണ്, ലിവറിക്കകത്തൊന്നും പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു സെപ്പറേറ്റ് ലെയർ ഇങ്ങനെ നെയിമിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടേക്കുക. കാരണം ഈ ഒരു ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നെയിം, ഞാൻ പറയുന്ന ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നെയിം മാത്രമല്ല, ഇപ്പം എനിക്കിവിടെ ഒരു കുറിയുണ്ട്, താഴെ വേറൊരു കൺസെപ്റ്റ് നെയിം ഉണ്ട്, ഇതെല്ലാം ഒരൊറ്റ ഇമേജിൽ നിങ്ങൾക്ക് പെർസ്പെക്റ്റീവ് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റാം. ഓക്കെ, അപ്പം ശേഷം ഇതിങ്ങനെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ ഇങ്ങനെ ഒന്ന് വെക്കുക. ശേഷം ഒന്ന് ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് ചിലപ്പോൾ രജിസ്റ്റർ ആകത്തില്ല. ശേഷം ടിക്ക് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ആ മൂവ് ലെയർ എന്നുള്ളത് കൊടുത്തതിന് ശേഷം നേരെ ഇവിടെ താഴെ ഞാൻ മുകളിലോട്ടാക്കി കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ട്രാൻസ്ലേറ്റ് സ്കെയില്, പെർസ്പെക്റ്റീവ് ഫോം, മെഷ് ഫോം. ഇതിൽ പെർസ്പെക്റ്റീവ് ഫോം എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിയുമ്പം ഇവിടെ നമുക്ക് കുറേ പോയിന്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് റിപ്പീറ്റ് ഓഫ് ആക്കി ഇടാം. ഞാൻ എന്തായാലും റിപ്പീറ്റ് ഓഫ് ആക്കുന്നില്ല, ജസ്റ്റ് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പെർസ്പെക്റ്റീവ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ ചെയ്ത് തന്നെ ചെയ്യുക. ഓരോ പോയിന്റിലും പിടിച്ച് കറക്റ്റ് ആ ബീഡിങ് എൻഡ് ചെയ്യുന്ന പാർട്ട് മാത്രം അവിടെ ആയിട്ട് വെക്കുക. അത്രയ്ക്കും കൂടെ സെറ്റായിട്ടില്ല. ഓക്കെ, ഇവിടെ എനിക്ക് അത് ഇത്തിരി ഡാർക്ക് ഏരിയ ആയതുകൊണ്ടൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയതാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ സെറ്റായിട്ടുണ്ട്. ശേഷം ഇത് ടിക്ക് കൊടുക്കാം. ടിക്ക് കൊടുത്തതിന് ശേഷം ഇനി ഇവിടെ ഇങ്ങനെ ബ്ലാക്ക് ഇരിപ്പുണ്ട്. നമ്മൾ പിക്സൈപ്രോയിൽ ചെയ്തതിൻ്റെ കൂട്ട് ബ്ലെൻഡ് ചെയ്യണം. അതിനായിട്ട് ലെയറിൽ
ലെയർ ഓപ്ഷൻ എടുത്തതിന് ശേഷം അതിനകത്ത് താഴെ നോർമൽ എന്ന് പറഞ്ഞുകൊണ്ട് കിടപ്പുണ്ട്. ഇതേണ്ട ഏറ്റവും താഴെ, അതായത് ഇപ്പം നമ്മൾ ഏത് ലെയർ ആണോ ബ്ലെൻഡ് ചെയ്യേണ്ടത് ആ ഒരു ലെയർ സെലക്ട് ചെയ്ത ശേഷം താഴെ നോർമൽ എന്ന് പറഞ്ഞ് കിടക്കുന്നതിൽ നിങ്ങൾക്ക് ഈ ലൈറ്റനോ അല്ലെങ്കിൽ സ്ക്രീനോ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പം ഞാനിവിടെ ലൈറ്റിന് സെലക്ട് ചെയ്ത് നോക്കുകയാണ്. വേണ്ടേ എല്ലാം പോയിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് എല്ലാം നമുക്ക് റേസായി കിട്ടിയിട്ടുണ്ട്. സ്ക്രീൻ കൊടുത്താലും സെയിം എഫക്റ്റ് തന്നെ ആയിരിക്കും. ശേഷം താഴെ വേണ്ട ഒപ്പാസിറ്റി സ്ലൈഡർ ഉണ്ട്, കുറയ്ക്കാനും കൂട്ടാനും. നിങ്ങൾക്ക് വേണ്ട എന്ത് മാറ്റം വരുന്നുണ്ടെന്ന് വേണ്ട സൈഡിലുള്ള വേണ്ട ഈ ആഡ് ലെയറിന് തൊട്ട് മുകളിലുള്ള കുഞ്ഞൊരു ബോക്സിൽ കാണാൻ വേണ്ട അവിടെ കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും. അപ്പം ഞാൻ കഴിഞ്ഞ തവണ നമ്മൾ വെച്ചൊരു 83 എന്നുള്ളത് തന്നെ വെക്കുകയാണ്. അത് നമ്മുടെ ഒരു സ്വീറ്റ് സ്പോട്ട് ആയതുകൊണ്ട്. ശേഷം ഇനി ഇവിടെ ഇതേപോലെ ഇറേസ് ചെയ്യാനോ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വേണ്ട ഇവിടെ ഇറേസ് ബട്ടൺ സെലക്ട് ചെയ്യുക. അതിന് വേണ്ടി ഏറ്റവും ബോർഡറിൽ ഒരു ടൂളുണ്ട്, ബ്രഷ് ആയിരിക്കും ഡിഫോൾട്ടായിട്ട് കിടക്കുക. അതിനകത്ത് ഇറേസ് പ്രസ് ചെയ്തതിന് ശേഷം പതുക്കെ നമുക്ക് വേണ്ടാത്തത് ഇറേസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എനിക്കിവിടെ ഇത് ഇത്രയുണ്ട്, ഇവിടെ ഇത്രയുണ്ട്. പിന്നെ നമുക്ക് മുമ്പേ പറ്റിപ്പോരബദ്ധം വേണ്ടി ഇവിടെ ഇത്തിരി നിപ്പുള്ളത്, അപ്പോൾ അതും ഇറേസ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കയറിപ്പോയി, അപ്പോൾ നമുക്കതൊന്നുകൂടെ സെറ്റാക്കണം. ഇവിടെ നമ്മൾ ഇതെങ്ങനെ അവരുടെ ആഡൊക്കെ ഒന്ന് കയറിപ്പോയി, അപ്പം ജസ്റ്റ് ഇതൊന്ന് ചെയ്തു കൊടുക്കണം. ഏകദേശം ഒരു സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഒത്തിരി അങ്ങ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നില്ല, കാരണം ഞാൻ ഈ ആപ്ലിക്കേഷനല്ല യൂസ് ചെയ്യുന്നത്. അപ്പം നെയിം അവിടെ സെറ്റ് ആയിട്ടുണ്ട്. ശേഷം ഇവിടെ വേറെ ഒന്നും ചെയ്യേണ്ടതുണ്ട്. ഇവിടെ താഴെ സേവ് എന്നുള്ളത് വേണ്ട ഒരു ആരോ മാർക്ക് കിടപ്പുണ്ട്. അതിനകത്ത് സേവ് എസ് PNG എന്നുള്ളത് കൊടുക്കുക. അത് കൊടുത്തു കഴിയുമ്പം നമ്മുടെ ഇമേജ് നിങ്ങൾക്ക് ഗാലറിയിലേക്ക് സേവ് ആയി കിട്ടുന്നതാണ്. ശേഷം ഞാൻ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് പിക്സൽ ലാബും പിക്സാർട്ടും തമ്മിലുള്ള മെത്തേഡ്. അപ്പം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എളുപ്പത്തിൽ പറഞ്ഞങ്ങ് തീർക്കും. അതായത് നമ്മൾ പിക്സൈക് പ്രോയിൽ ചെന്നപ്പോൾ നമുക്ക് ഒരു ഫീച്ചർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്യാനും അതേപോലെ തന്നെ ക്രോപ്പ് ചെയ്തിട്ട് നമുക്ക് നെയിം മാത്രം എടുക്കാനുള്ള ഒരു ഓപ്ഷൻ പിക്സൈക് പ്രോയിലുണ്ടായിരുന്നു. അത് നമുക്ക് iBixൽ കിട്ടിയില്ല. അപ്പോൾ ഇവിടെ പിക്സൽ ലാബിൽ ആ ഫീച്ചറുണ്ട്. പിക്സൽ ലാബിൽ ആ ഫീച്ചർ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേണ്ട് നമുക്ക് ഫ്രണ്ട് ഒരു ആർച്ച് മാത്രം ക്രോപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതി വെച്ചിട്ട് പെർസ്പെക്റ്റീവ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പെർസ്പെക്റ്റീവ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് സേവ് ചെയ്തതിന് ശേഷം, അതായത് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻ്റ് ആക്കി സേവ് ചെയ്തതിന് ശേഷം നമ്മുടെ പിക്സാർട്ടിൽ വന്നിട്ട് നമ്മൾ എന്തായാലും അവിടെ ഓൾറെഡി നമ്മൾ നേരത്തെ എഡിറ്റ് ചെയ്ത് വെച്ചാൽ എന്തായാലും നമ്മൾ സേവ് ചെയ്യത്തില്ലല്ലോ. അപ്പം തിരിച്ച് പിക്സാർട്ട് വന്നു കഴിയുമ്പോൾ ഞാൻ ഇപ്പോൾ ഇന്നലെ ചെയ്ത അതേ പ്രോജക്റ്റ് എൻ്റെ ഇവിടെ ഉണ്ട്. ഇതേണ്ട് നമ്മൾ ഇന്നലെ എഡിറ്റ് ചെയ്തത്. അപ്പോൾ അതിലേക്ക് ആഡ് ഫോട്ടോ കൊടുത്തതിന് ശേഷം ആഡ് ഫോട്ടോയിൽ നിന്ന് നമ്മളിപ്പോൾ ആ പെർസ്പെക്റ്റീവ് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. എടുത്തിട്ട് അത് കറക്റ്റ് ലോക്ക്, ബോർഡർ ലോക്ക് യൂസ് ചെയ്യുക. ശേഷം ഇവിടെ താഴെ ബ്ലെൻഡ് ഓപ്ഷൻസ് വരുന്നുണ്ട്. ബ്ലെൻഡ് സ്ക്രീൻ കൊടുത്തതിന് ശേഷം ഇറേസ് ഓപ്ഷൻ എടുക്കുക. ഇവിടാണ് ഞാൻ അടുത്ത പറയാൻ നോക്കുന്നത്. അതായത് നമ്മുടെ പിക്സാർട്ടിലെയും iBixലെയും പിക്സൈക് പ്രോയിലെയും ഈ ഇറേസ് ഓപ്ഷൻ വരുന്ന പാർട്ടുകൾ രണ്ടിടത്തും കുറച്ച് നമുക്ക് ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ക്വാളിറ്റിയിൽ ആനിമേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി, അതായത് മറ്റേ കാർട്ടൂൺ HD ആനിമേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. അപ്പം അതിനകത്ത് അതിനനുസരിച്ചുള്ളൊരു ഫീച്ചേഴ്സ് ആയിരിക്കും കൂടുതലും ഉണ്ടാവുക. പിക്സാർട്ട് എന്ന് വെച്ചാൽ കുറച്ചുകൂടെ എഡിറ്റിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. അതുകൊണ്ടാണ് ഇതിന് കുറച്ചുകൂടെ ഞാൻ ഫേവർ പറയുന്നത്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഓരോ ആപ്ലിക്കേഷനും നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ ഫോണിൽ സപ്പോർട്ടാകുന്ന ആപ്ലിക്കേഷൻ ചൂസ് ആക്കുക. നിങ്ങൾക്ക് പഠിക്കണം എന്ന് താല്പര്യമുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റിങ്ങിൽ ഒരു പാഷൻ തോന്നിക്കുന്ന ആപ്പ് ചൂസ് ആക്കുക. അപ്പോൾ ശേഷം ഇവിടെ ഇറേസ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഒപ്പാസിറ്റി ഞാനൊരു 85% വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പം ഇപ്പോൾ നമ്മുടെ ഈ പിക്ക് ഏകദേശം കംപ്ലീറ്റ്ലി സെറ്റാണ്. ഇനി ജസ്റ്റ് ഇതിൻ്റെ താഴെ നിങ്ങളുടെ വാട്ടർമാർക്ക് കൂടെ വെച്ച് പോസ്റ്റ് ചെയ്താൽ മതി. അപ്പം ബിഗിനേഴ്സ് ആയിട്ടുള്ള കൂട്ടുകാർ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ഫ്രണ്ട് എഡിറ്റ് ചെയ്യാൻ മാത്രം ശ്രമിക്കുക. ഫ്രണ്ട് എഡിറ്റ് ചെയ്ത് പഠിച്ച് നിങ്ങൾ പെർസ്പെക്റ്റീവ് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ച് നിങ്ങൾക്ക് കോൺഫിഡൻസ് ആയതിനു ശേഷം മാത്രം നിങ്ങൾ അടുത്ത ലെവലിലേക്ക്, അതായത് വണ്ടിയുടെ സൈഡ് ബോഡിയും കൂടെ ചേർത്ത് എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമ്മുടെ അടുത്ത വീഡിയോ വരുന്നത് എന്തായാലും സൈഡ് ബോഡി ഫുള്ള് എഡിറ്റിങ്ങും ആയിരിക്കും.
അതായത് നിങ്ങളുടെ സൈഡ് ബോഡി എഡിറ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ നമ്മുടെ കവിളുമായിട്ട് അത് കളർ എങ്ങനെ മാച്ച് ചെയ്യുന്നുള്ളതായിരിക്കും നമ്മുടെ അടുത്ത വീഡിയോ വരുന്നത്. അപ്പോൾ അതിന് മുന്നേ ഈ വീഡിയോ ഇത്രയും നേരം കണ്ടെത്തിയവരോടും വീഡിയോയുടെ മൈൽ സ്റ്റോൺ പറയാൻ പോകണം. അതിൻ്റെ മൈൽ സ്റ്റോൺ പറയുന്നില്ല, നമ്മളൊരു 1200 വ്യൂസും 120 ലൈക്കും, അതായത് നമ്മൾ കഴിഞ്ഞ തവണത്തെ ഒരു 20% കൂട്ടിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഇങ്ങനെ പ്രോഗ്രസീവ് ആയിരിക്കും നമ്മുടെ മൈൽ സ്റ്റോണ്. പിന്നെ നമ്മുടെ OSS റിവ്യൂ ഞാൻ എത്രയും പെട്ടെന്ന് ഇടാൻ ശ്രമിക്കാം. അതിന് തൊട്ടടുത്തൊരു 5-6 ദിവസം തന്നെ അത് റിലീസാക്കുന്നതായിരിക്കും. ഈ ഒരു കുറച്ചൊരു ടൈം ഡിലേ വരുന്നത് നമ്മൾ അതിൻ്റെ അടുത്ത മൂഡ് കൂടെ ഒന്ന് റെഡി ആയതിനു ശേഷം മാത്രമേ നമുക്ക് ചാടിക്കയറി റിലീസാക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു കേസ് കൊണ്ടാണ്. പിന്നെ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റുകൾ പറയുക. നിങ്ങളുടെ കമൻറ്റ് കഴിഞ്ഞ ദിവസം കണ്ടിട്ടാണ്, നെയിം അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ള കമൻറ്റ് കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ കഴിഞ്ഞ തവണത്തേക്കാളും കുറച്ചുകൂടെ സ്പീഡിൽ പറഞ്ഞു ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ പാർട്ട് 3ക്ക് വേണ്ടി ചാനൽ സബ് ചെയ്യുക, നമ്മുടെ വ്യൂ കൗണ്ട് കറക്റ്റ് ആക്കുക, ലൈക്ക് കൗണ്ടും മൈൽ സ്റ്റോൺ അടിക്കുക. അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരും ബൈ. അപ്പോൾ ശരി എന്നാൽ.